ഹലോ വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അതായത് ക്ലാസ് 8 മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ എക്സാംസ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മിസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചോദ്യങ്ങൾ പഠിക്കാതെ, ഈ ചോദ്യങ്ങൾ അറിയാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് വളരെ അബദ്ധമായിരിക്കും. അതായത് ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. അപ്പോൾ മിസ് അധികം സംസാരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നമുക്ക് മാർക്സ് ഉറപ്പാണ്. അതാദ്യം നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, aluminum foil is used to pack food. Which property of aluminum is used here? അതായത് അലൂമിനിയം ഫോയിൽസ് നമ്മൾ ഫുഡ് പാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു അലൂമിനിയം ഫോയിൽസ്? വളരെ നേരിയതായിട്ടാണ് അല്ലേ? അപ്പോൾ ഈ അലൂമിനിയം ഫോയിലിൻ്റെ ഏത് പ്രോപ്പർട്ടി, അതായത് അലൂമിനിയം ലോഹത്തിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ ചെയ്തത്? അലൂമിനിയം ഫോയിലിന്, അലൂമിനിയം മെറ്റലിനെ വളരെ തിന്നാക്കിയല്ലേ? അങ്ങനെയുള്ള പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് പറയും? അങ്ങനെയുള്ള പ്രോപ്പർട്ടിയെ നമ്മൾ എന്താ പറയുക? മാലിയബിലിറ്റി. അതായത് മെറ്റൽസിനെ വളരെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അടിച്ചു പരത്തി തകിട് പോലെ ആക്കുന്ന സ്വഭാവത്തെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് പറയും? മാലിയബിലിറ്റി. അപ്പോൾ ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്നാ പഠിച്ചോ അടുത്ത മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഗ്യാസ് is formed when sodium metal reacts with water? അതായത് സോഡിയം ലോഹം ജലവുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഏത് വാതകമാണ് പുറത്തേക്ക് വിടുന്നത്? സോഡിയം അല്ലേ? Na, സോഡിയം എന്ന ലോഹം ജലവുമായിട്ട് പ്രവർത്തിക്കുകയാണ്. ജലം H2O ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, H2O ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫോം ചെയ്യുന്നത്? അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അതിൻ്റെ കൂടെ ഒരു വാതകം ഫോം ചെയ്യും, ഒരു വാതകം രൂപപ്പെടും. ആ വാതകമാണ് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഉണ്ടാവും, നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതുപോലെ തന്നെ റിയാക്ഷൻസ് വിത്ത് എയർ, റിയാക്ഷൻസ് വിത്ത് ആസിഡ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻസ് വിത്ത് ആസിഡ്സിൽ മെറ്റൽസ് ലോഹങ്ങളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാതകം പുറത്തേക്ക് വിടും എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏത് വാതകമാണ് പുറത്തേക്ക് വിടുക? ഹൈഡ്രജൻ ഗ്യാസ്. സിങ്ക് പോലെയുള്ള ലോഹങ്ങൾ HCl എന്ന ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സിങ്ക് ക്ലോറൈഡും അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യണം. മെറ്റൽസ് ആസിഡ്സുമായിട്ട്, ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. സിങ്ക്, മെഗ്നീഷ്യം, അയൺ എന്നിങ്ങനെയുള്ള ലോഹങ്ങളൊക്കെ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which metal is stored in kerosene? അതായത് ഏത് ലോഹമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? മണ്ണെണ്ണയിൽ ഏത് ലോഹമായിരിക്കും സൂക്ഷിക്കുന്നത്? മണ്ണെണ്ണയിൽ ഇങ്ങനെ സൂക്ഷിക്കാൻ കാരണം ആ ലോഹങ്ങൾക്ക് റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതായത് അവർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഓക്സിജനും മോയ്സ്ചറും ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യാണ്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഏത് ലോഹമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുക എന്നറിയാവോ? ഏത് ലോഹമാണ്? സോഡിയം മെറ്റലാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. ഇനി എന്നാ പിടിച്ചോ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. Among the following statements, which are suitable for general characteristics of metals? അതായത് ലോഹങ്ങളുടെ പൊതു സ്വഭാവത്തിന് ഇണങ്ങുന്ന ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്? നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് അനലൈസ് ചെയ്താലോ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി, അതായത് താപം കടത്തിവിടും അല്ലെ? ഉയർന്ന താപചാലകതയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? താപം കടത്തിവിടും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എത്രയും നമുക്ക് ചൂടാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ലോഹങ്ങൾ ചൂടാക്കുന്നത് എവിടെയാണെന്ന് ഓർമ്മിച്ച് നോക്കിയേ. എവിടെയാണ്? നമ്മൾ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ചൂടാക്കുന്നില്ലേ? ഈ പാത്രങ്ങൾ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ലോഹങ്ങൾ വെച്ചല്ലേ? അപ്പോൾ ഇത് ലോഹത്തിന്റെ ഒരു സ്വഭാവമല്ലേ? ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന താപചാലകത. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. അടുത്ത ഓപ്ഷൻ നോക്കിയേ, ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നില്ല എന്നാണ് പറയുന്നത്. ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നില്ലേ?
അതായത് നമ്മൾ വൈദ്യുത കമ്പികൾ ഇലക്ട്രിക് വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ലോഹങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നുണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ദേ ഹാവ് സൊണോറിറ്റി. എന്തായിരുന്നു സൊണോറിറ്റി? എന്തായിരുന്നു? വളരെ ഹാർഡായിട്ടുള്ള വളരെ കട്ടിയുള്ള വസ്തുക്കൾ ലോഹങ്ങളുടെ പ്രതലങ്ങളിൽ തട്ടുന്ന സമയത്ത് ശബ്ദം പുറപ്പെടുവിക്കുന്നു അല്ലേ? അങ്ങനെയുള്ള സ്വഭാവത്തെ പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് പറയാം? നമുക്ക് സൊണോറിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ സൊണോറിറ്റി ലോഹങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ആണല്ലോ. അപ്പോൾ തേർഡ് ഓപ്ഷനും ശരിയാണ്. അടുത്ത പ്രോപ്പർട്ടി നോക്കിയേ, ലോ ഡെൻസിറ്റി. ലോ ഡെൻസിറ്റി ആണോ മെറ്റൽസിന് സാന്ദ്രത കുറവാണോ? അല്ല, മെറ്റൽസിന് സാന്ദ്രതയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്? എയും സി ആണ്. അതായത് ഉയർന്ന താപചാലകതയും അതേപോലെ തന്നെ അവർക്ക് സൊണോറിറ്റി ഉണ്ട്. ഇതാണ് ആൻസർ. അപ്പോൾ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഹാർഡ്നെസ്, സൊണോറിറ്റി, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇതൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് നോക്കിയേ, യൂഷ്വലി അയൺ വിൻഡോ ബാർസ് ആർ കോട്ടഡ് വിത്ത് പെയിന്റ് ടു പ്രിവെന്റ് കൊറോഷൻ. അതായത് ജനൽ കമ്പികൾ എന്ത് ചെയ്യും? നമ്മൾ പെയിന്റ് അടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് പെയിന്റ് അടിക്കുന്നത്? കൊറോഷൻ തടയാൻ വേണ്ടിയിട്ട്. അതായത് ഇരുമ്പ് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇരുമ്പ് നശിക്കുക എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെയിന്റ് അടിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് ഫേവർ ദി കൊറോഷൻ ഓഫ് അയൺ. അതായത് കൊറോഷൻ ഓഫ് അയണിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഇരുമ്പിന്റെ നാശത്തിലേക്ക് ലീഡ് ചെയ്യുന്ന 2 കാരണങ്ങൾ, 2 ഫാക്ടേഴ്സ് പറയാനാണ്. എങ്ങനെയാണ് ഈ കൊറോഷൻ സംഭവിക്കുന്നത്? മകൾക്കറിയോ എങ്ങനെയാണ്? അതായത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇരുമ്പ് എന്ത് ചെയ്യും? പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യണം? ഓക്സിജനും അതേപോലെ തന്നെ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് പ്രിവെന്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതിനാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കാരണങ്ങൾ നമുക്ക് പറയാലോ. എന്തൊക്കെയാ? റിയാക്ഷൻ വിത്ത്, ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പോയിന്റ് ആണ് റിയാക്ഷൻ വിത്ത് വാട്ടർ. അതാണ് ഒന്നാമത്തെ പോയിന്റ്, റിയാക്ഷൻ വിത്ത് വാട്ടർ. ഓക്കെ, വാട്ടർ വേപ്പർ. അടുത്തതാണ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ഈ 2 കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ഇരുമ്പ് പെട്ടെന്ന് നശിച്ചു പോവും. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ഓക്കെ, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. അടുത്ത സബ് ക്വസ്റ്റ്യൻ വായിച്ചേ. വെൻ അയൺ ഇസ് കോട്ടഡ് വിത്ത് പെയിന്റ് കൊറോഷൻ ഇസ് റെഡ്യൂസ്ഡ്. വൈ? അതായത് ഇരുമ്പ് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറോഷൻ തടയാൻ പറ്റും, ഇരുമ്പ് നശിക്കുന്നത് തടയാൻ പറ്റും. ഇതെങ്ങനെയാണ് ഈ പെയിന്റ് തടയുന്നത്? അതായത് ഇരുമ്പിന്റെ മേലെ ഇങ്ങനെ ഒരു ചായം പൂശുന്ന സമയത്ത്, ഒരു പെയിന്റ് അടിക്കുന്ന സമയത്ത് അവർക്ക് ഡയറക്ട്ലി അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും അതേപോലെ തന്നെ വാട്ടർ വേപ്പറായിട്ടൊന്നും കോണ്ടാക്ട് വരൂല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടു പ്രിവെന്റ് ദി കോണ്ടാക്ട് വിത്ത് വാട്ടർ വേപ്പർ ആൻഡ് ഓക്സിജൻ എന്ന് പറയാം. അപ്പോൾ ബി ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? ടു പ്രിവെന്റ് കോണ്ടാക്ട് ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഓക്സിജൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഈ കൊറോഷൻ പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് കോസ്റ്റൽ റീജിയൻസിൽ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോകുന്നത്? അതായത് കടൽ തീരങ്ങളിലെ വീടുകളിലൊക്കെ ഈ ജനൽ കമ്പികൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു. അതിന് കാരണം എന്താണ്? കാരണം കടൽ തീരത്ത് എന്തായിരിക്കും? ഉപ്പ് ഉള്ള കാറ്റായിരിക്കും അല്ലേ? അതായത് ഉപ്പ് കാറ്റായിരിക്കും. അവരെന്ത് ചെയ്യും? ഈ ഉപ്പ് കാറ്റ് തട്ടുന്ന സമയത്ത് ഇരുമ്പ് പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കും, ഇരുമ്പിന് പെട്ടെന്ന് നാശം സംഭവിക്കും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൊറോഷൻ എന്ന ഭാഗം വിട്ടുപോകാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നെയിം ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ ബിലോ. കുറച്ച് ലോഹങ്ങളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഗോൾഡ്, സോഡിയം, കോപ്പർ, അയൺ, മെഗ്നീഷ്യം. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്വസ്റ്റ്യന് വളരെ വലുപ്പമുണ്ടെന്നുള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? ദ നെയിം ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ ബിലോ. ഗോൾഡ്, സോഡിയം, കോപ്പർ, അയൺ, മെഗ്നീഷ്യം. ഈ ഓപ്ഷൻസ് വെച്ചാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യേണ്ടത്. വിച്ച് മെറ്റൽ വിത്ത് ഹൈ മാലിയബിലിറ്റി ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെന്റ്സ്. ഹൈ മാലിയബിലിറ്റി ഉള്ള, അടിച്ചു പരത്താൻ പറ്റുന്ന
ഏത് ലോഹമാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏത് ലോഹമായിരിക്കും? ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ പറ്റുന്ന, തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റുന്ന, മാലിയബിലിറ്റി കൂടുതലായിട്ടുള്ള ലോഹം ഏതാണ്? ഗോൾഡ് ആണ്. ഗോൾഡ് നമ്മൾ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട്സ് വിത്ത് കോൾഡ് വാട്ടർ? വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഏത് ലോഹമാണ്? ഏത് ലോഹമാണ്? വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറികളൊക്കെ കാണിക്കുന്ന ലോഹമാണ് സോഡിയം. അപ്പൊ സോഡിയം മെറ്റലാണ്, സോഡിയം ലോഹമാണ് ജലവുമായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? സോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദീസ് ഇസ് എ ഹാർഡ് മെറ്റൽ ബട്ട് കൊറോഡ്സ് ഈസിലി? നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏത് മെറ്റലാണ് വളരെ ഹാർഡാണ്? ഏത് മെറ്റലാണ് വളരെ ഹാർഡാണ് പക്ഷെ പെട്ടെന്ന് കൊറോഡ് ചെയ്യും, അതായത് പെട്ടെന്ന് നാശം സംഭവിക്കും, തുരുമ്പ് പിടിക്കും? ഏതായിരിക്കും ആ ഹാർഡ് മെറ്റൽ? അയേൺ ആണ്. അയേണിനല്ലേ പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ആൻസർ അയേൺ. അപ്പോൾ 3 ആൻസേഴ്സ് നമ്മൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ ആയിരുന്നല്ലോ, ക്വസ്റ്റ്യന് വലുപ്പമല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. The uses and properties of some metals are given below. Match them correctly. കുറച്ച് മെറ്റൽസിന്റെ യൂസസും പ്രോപ്പർട്ടീസും നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ശരിയായ പെയർ എടുത്ത് മാച്ച് ചെയ്ത് എഴുതണം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എല്ലാ മെറ്റൽസിൻ്റെയും, അതായത് എല്ലാ മെറ്റൽ ടൈപ്സിൻ്റെയും പ്രോപ്പർട്ടീസും ഈ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫസ്റ്റ് യൂസ് ഒന്ന് വായിച്ചേ. ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ വയേഴ്സ്. ഇലക്ട്രിക്കൽ വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ യൂസ്, ടു മേക്ക് ബെൽസ് യൂസ്ഡ് ഇൻ പ്ലേസസ് ഓഫ് വർഷിപ്പ്. നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും ബെൽ, മണികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ്, അതായത് കൃഷി ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഉപയോഗങ്ങൾ, ഈ സന്ദർഭങ്ങളിലൊക്കെ ലോഹത്തിന്റെ ഏത് സവിശേഷതയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ സവിശേഷതകൾ, പ്രോപ്പർട്ടീസും നോക്കിയേ. ഹാർഡ്നെസ്, കാഠിന്യം, അതേപോലെ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് വൈദ്യുത ചാലകത കൂടുതലാണ്. പിന്നെ സൊണോറിറ്റി എന്തായിരുന്നു? ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാച്ച് ചെയ്താലോ. ഇലക്ട്രിക്കൽ വയേഴ്സ് ഉണ്ടാക്കാൻ ലോഹങ്ങളുടെ ഏത് പ്രോപ്പർട്ടിയാണ് നമുക്ക് ആവശ്യം? ഇലക്ട്രിക്കൽ വയേഴ്സിൽ എന്തായിരിക്കണം? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടിയല്ലോ. എന്താണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണം, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എന്റെ പെയർ ഏതാണ്? സെക്കൻഡ് വൺ ആണ്. സെറ്റല്ലേ? അടുത്ത ബി ഓപ്ഷൻ നോക്കിയേ. ബി, ടു മേക്ക് ബെൽസ് യൂസ്ഡ് ഇൻ പ്ലേസസ് ഓഫ് വർഷിപ്പ്. അമ്പലങ്ങളിലും അതേപോലെ തന്നെ പള്ളികളിലും നമ്മൾ വലിയ മണികൾ കാണും, നമ്മൾ ഈവൻ സ്കൂൾസിൽ കാണും. ഈ മണികൾ ഉപയോഗിക്കാൻ ആ ലോഹങ്ങൾക്ക് ഏത് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക? ശബ്ദം പുറപ്പെടുവിക്കണം അല്ലേ, അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രോപ്പർട്ടി ഏതായിരുന്നു? സൊണോറിറ്റി അല്ലേ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഏതാണ്? ബി എന്നുള്ളതിന് ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, അടുത്തതാണ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ്, അതായത് കൃഷി ആയുധങ്ങൾ ഉണ്ടാക്കാൻ. കൃഷി ആയുധങ്ങൾ, നമ്മൾ വെപ്പൺസ് ഉണ്ടാക്കാൻ, ആയുധങ്ങൾ ഉണ്ടാക്കാൻ നല്ല കട്ടിയുള്ള ലോഹങ്ങൾ വേണം അല്ലേ. നല്ല കട്ടിയിലായിരിക്കണം ആ വെപ്പൺസ് ഉണ്ടാവേണ്ടത്, പെട്ടെന്ന് പൊട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ ലോഹങ്ങളുടെ ഏത് സവിശേഷതയായിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ഏതായിരിക്കും? കാഠിന്യം അഥവാ ഹാർഡ്നെസ് എന്ന് പറയാം. അപ്പോൾ സി എന്നതിന് പെയർ ഫസ്റ്റ് വൺ ആണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഫുൾ മാർക്സ് നേടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതലേ പറയുകയാണെങ്കിൽ എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക, അത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ ഡക്റ്റിലിറ്റിയും അതേപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റിയും എല്ലാത്തിൻ്റെയും ഉപയോഗങ്ങൾ, സന്ദർഭങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് റിയാക്ഷൻസ് വിത്ത് എയർ, വാട്ടർ, ആസിഡ്സ്. ഈ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊറോഷൻ ടോപ്പിക്, ആ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരും. സിമ്പിളാണ്. ഈ ഒരു 3 പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ സെറ്റാണ്, ക്ലിയർ ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായല്ലോ, സെറ്റ് അല്ലേ? അപ്പോൾ എന്തായാലും ഫുൾ മാർക്സ് നേടിക്കോളൂ. അപ്പോൾ ഓക്കെ, ബൈ.